പ്രവാസികളിലേക്ക് ഭൂരിപക്ഷം ആളുകളൊന്ന് ടെൻഷനാണ് അല്ലേ. ഒരുപാട് ആളുകൾ പറഞ്ഞാട്ട് ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ പറയുന്ന ഓരോ അനുഭവങ്ങളാണ്. അതിൽ ചില നല്ല പോയിൻ്റായ കാര്യങ്ങൾ, കാരണം അവരുടെ വിഷമങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞാണ്. ചെറുപ്പക്കാരായ യുവാക്കൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 2-3 വർഷം ഇവിടെ നിന്ന് കടങ്ങൾ വീട്ടിയിട്ട് നാട്ടിൽ പോകുമ്പോൾ ഓല് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് ആ കല്യാണം ഒന്ന് ചുരുക്കിക്കണമെങ്കിൽ, അന്നല്ലെങ്കിൽ ആ നാട്ടിലെ മാമൂലിനനുസരിച്ച് ആ മുട്ടായി വാങ്ങലൊന്ന് ചുരുക്കിക്കണമെങ്കിൽ ഇന്ന് എനിക്കൊരു 1.5 വർഷമെങ്കിലും നിന്നിൻ്റെ കടം വീട്ടി പോകാനും, അതും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ 6 മാസമെങ്കിലും അവളുടെ കൂടെ ഒന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാനൊന്ന്. അപ്പോൾ പറഞ്ഞു വന്നൊന്നല്ല, നമ്മുടെ നാട്ടിൽ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുമ്പോൾ ഇല്ലവർ കാട്ടിക്കോട്ടെ, ഇല്ലൊരു കാട്ടണം കേട്ടോ, കാട്ടണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഒരു മുട്ടായി ആണെങ്കിലും ആമ്പറാണെങ്കിലും വേറെല്ലതാണെങ്കിലൊക്കെ വാങ്ങുമ്പോൾ അത് വിറ്റ് ജീവിക്കണവർക്കൊരു ജീവിതമാർഗ്ഗമാണത്. അതിലൂടെ അവർക്കൊരു വരുമാനം കിട്ടിയൊരു ജീവിതം കിട്ടിയല്ലോ. പക്ഷെ ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, അതിന് ശ്രമിക്കാതിരിക്കുക. 10,000, 20,000, 30,000 രൂപേൻ്റെ മുട്ടായി, വില കൂടിയ മൊബൈൽ ആരോ കാണിച്ചു, അതുവരെ പട്ടിണി പായ്യാരത്തിൽ കിടന്ന പെൺകുട്ടിക്ക് അന്ന് മുതൽ ആർഭാടങ്ങളാണ്. എന്നിട്ട് ചിലതിന് കുറച്ച് കാലം കഴിഞ്ഞാൽ കെട്ടിയോനെ പറ്റൂല, അല്ലെങ്കിൽ ഉറപ്പിച്ചവനെ പറ്റൂല, പിന്നെ ഓല വൈക്ക്. അപ്പോൾ അതിലേറെ നല്ലത് എന്താ അറിയോ, കല്യാണം കഴിക്കാൻ നിങ്ങൾ ഫണ്ട് ഉപയോഗിച്ച് എത്രയാണ് നിങ്ങളെ കയ്യിൽ വെച്ചാൽ അതിൻ്റെ പകുതി ഫണ്ടിൽ എങ്ങനെ കല്യാണം തീർക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അത് തീർക്കുക. എന്നിട്ട് സമാധാനത്തോട് കൂടിയില്ല ആ ജീവിതം ഉണ്ടല്ലോ, പുതുമയാർന്ന ജീവിതം. കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്യാഷ് ചിലവാക്കി നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചു നോക്കി നിങ്ങൾ രണ്ടാക്കും വേണ്ടിയിട്ട്. അപ്പോൾ ആ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും. 10 100 കൊല്ലം കഴിഞ്ഞാലും ആ ജീവിതം ഓർത്തെടുക്കാനൊരു കാര്യം ഉണ്ടാവും. ഇതൊന്നും 2 മാസം പെണ്ണിൻ്റെ കൂടെ നിന്നിട്ട് 3-ാമത്തെ 4-ാമത്തെ മാസം വേഗത്തെ കയറിപ്പോരിയ പ്രവാസത്തിലേക്ക്, എന്നിട്ട് ഇവിടെ കുത്തുന്ന കടം വീട്ടുക, പിന്നെ ഈ ഫോണിലുള്ള സംഭാഷണം മാത്രം. അവിടെ എന്തിന് ദാമ്പത്യത്തിലെ സുഖം എല്ലാം പോയി, ഒന്നും കിട്ടണില്ല. നമ്മൾ ഈ മുട്ടായും വേറെല്ലതൊക്കെ വാങ്ങിങ്ങാണ്ട് പീടിയിലും അവിടെയും കടം ഇതൊക്കെ ആയി നമ്മളത് പോയില്ലേ. അപ്പോൾ പറയാനുള്ളത് എന്താ പറയുക, ചുരുക്കി ജീവിക്കുക. നാട്ടിലെ ആർഭാടങ്ങൾ നമ്മൾ ചുരുക്കുക, നമ്മളാണ് നമ്മൾ നിയന്ത്രിക്കാനല്ലേ. മറ്റുള്ള സ്റ്റാറ്റസ് ഇട്ടാലോ വേറെ ലെവലിൽ പറയാണ്ടല്ലോ. 2-3 ഭക്ഷണം വെക്കണോടത്ത് ഇനിയിപ്പോൾ 2 വെക്കാൻ കഴിഞ്ഞാൽ 2 വെക്കുക, 3 ഒഴിവാക്കുക. പോട്ടെ, ഒരു ഭക്ഷണം വെച്ചിട്ട് അത് മാന്യമായിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്, അത് കൊടുക്കുക. ഇതിനൊക്കെ കടവും കള്ളിയും വീട്ടാലാൾ ഈ കെട്ടിയ പുതിയാപ്പിള ചെറുക്കൻ തന്നെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ചുരുക്കുക. ഇതൊന്നും പറയാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ വ്യക്തിത്വം. പക്ഷേ പുറത്ത് അധ്വാനത്തിന് വന്നിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കലില്ലാറ് നല്ലത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നാട്ടിൽ തന്നെ നല്ലപോലെ ജീവിക്കാൻ നോക്കുക ആ പെണ്ണിനോടൊത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാണെങ്കിൽ 1 വർഷം 1.5 വർഷത്തിലൊക്കെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലില്ല. ചെറിയ കടങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പോരുക, അല്ലാതെ വലിയ കടങ്ങളൊന്നും വാരി വലിച്ചിടാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. എല്ലാതും പറയാനും പൊലിപ്പിക്കാനും അതേമാതിരി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എല്ലാവരും ഉണ്ടാവും. വന്ന കടം വീട്ടാൻ അവനാൻ തന്നെ ഉള്ളു ഉണ്ടാകുക. പിന്നെ അവനാൻ്റെ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല, പിന്നെ ഈ കടങ്ങൾ വീട്ടണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകും, അടുത്തതായ ഉത്തരവാദിത്തമില്ല, മക്കളാവല് വേറെല്ലതാവല്. പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ബാധ്യതകൾ ഒന്നിന് പുറമെ മറ്റൊരു ബാധ്യത തലൻ്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ജീവിക്കുന്നത് പണ്ടൊരാൾ പറഞ്ഞ മാതിരി നമ്മൾ ജീവിക്കുക, ജീവശവായിട്ട് ജീവിക്കുക, ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ ജീവിതം ഈ ദുനിയാവിൽ ഒന്നുള്ളല്ലോ, അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ചുരുക്ക ആഗ്രഹങ്ങളാൽ സന്തോഷം വർദ്ധിപ്പിച്ച് ജീവിക്കുക. എന്നാലേ നമ്മുടെ ജീവിതം എന്ന് ഓർക്കാൻ നമുക്കുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ മാത്രമായിരിക്കും.